ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ മുകേഷ് എംഎൽഎക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മരട് പോലീസാണ് കേസെടുത്തത് എന്നതുമായി ബന്ധപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നുണ്ട്. IPC 354 അടക്കം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ഒപ്പം തടഞ്ഞുവെച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഉമേഷ്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഏതൊക്കെ വകുപ്പുകൾ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്? കാവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നടിയുടെ പരാതിയിൽ ഈ ആരോപണ വിധേയർക്കെതിരെ ഓരോരുത്തർക്കെതിരെയായി കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയസൂര്യക്കെതിരെ കേസെടുത്തു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെ കേസെടുത്തു. ഇപ്പോൾ മുകേഷ് MLAക്കെതിരെ കൂടി കേസെടുത്തിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ്. അതായത് IPC 354, 509, 452 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, തടഞ്ഞുവെച്ചു അടക്കമുള്ള കുറ്റങ്ങളാണ് ഈ മുകേഷിനെതിരെ ഈ FIRൽ ആരോപിക്കുന്നത്. ഈ നടി തന്നെ പറഞ്ഞതനുസരിച്ച് ഈ കലണ്ടർ എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ്, ആ സമയത്താണ് മുകേഷിനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് സെറ്റിൽ വെച്ച് മോശമായി സംസാരിച്ചു എന്നുള്ളതാണ് ഈ നടി ആദ്യം ആരോപണം ഉന്നയിച്ചത്. അതിനുശേഷം ഇക്കാര്യം അമ്മ പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻറ്റിനോട് ചൂണ്ടിക്കാണിച്ചു. ഇന്നസെൻ്റ് അദ്ദേഹം അമ്മയിൽ അംഗത്വം എടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. എന്നാൽ ഈ അംഗത്വം എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞപ്പോൾ മുകേഷ് അതിനെ പരിഹസിച്ചു. താനറിയാതെ ഒന്നും നടക്കില്ല എന്നൊക്കെ മുകേഷ് പറഞ്ഞു എന്നൊക്കെയാണ് ഈ നടി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. മാത്രമല്ല, തുടർന്ന് പിന്നീട് വൈറ്റ്ലയിലുള്ള വീട്ടിൽ വെച്ച് മുകേഷ് തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഈ നടി ഉന്നയിച്ച പരാതി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ വളരെ വിശദമായ മൊഴി ഈ നടിയുടെ രേഖപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതാതിടത്ത്, അതായത് ജയസൂര്യക്കെതിരായ പരാതി, അതുമായി ബന്ധപ്പെട്ട ആരോപണം അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ കൻ്റോൺമെൻറ്റ് പോലീസാണ് അവിടെ കേസെടുത്തത്. നേരത്തെ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ്റെ എതിരായ ആരോപണത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് സെൻട്രൽ പോലീസാണ്. എന്നാൽ ഈ മുകേഷിനെതിരായ ആരോപണം, അതുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത് വൈറ്റ്ലയിലായതുകൊണ്ട് തന്നെ മരട് പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. അതുകൊണ്ട് മരട് പോലീസാണ് മുകേഷിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിലും ബന്ധപ്പെട്ട സ്റ്റേഷനുകളിൽ തന്നെയാണ് ഓരോരുത്തർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുകേഷിനെതിരെയുള്ള FIR മരട് പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടാണ് IPC 354, 509, 452 അടക്കമുള്ള വകുപ്പുകൾ, സ്ത്രീത്വത്തെ അപമാനിച്ചു, തടഞ്ഞുവെച്ചു എന്നടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് മുകേഷ് MLAക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാവ്യ. ഉമേഷ്, ഞാൻ ചോദിച്ചത് ഇനി ഇതിന്മേൽ നടക്കാനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ്, നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ചാണ്. രഹസ്യമൊഴി അടക്കമുള്ള നിയമപരമായ അതിൻ്റെ രീതികളിലേക്ക് കടക്കുകയല്ലേ? അതെ കാവ്യ, ഇത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആരോപണം അത് പുറത്തു വരുമ്പോൾ ബന്ധപ്പെട്ടവർക്ക് പരാതി ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെ പരാതി ഉണ്ട് എന്ന് ഈ നടി പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖാമൂലം തന്നെ പോലീസിന് പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് ഈ നടി നൽകിയ മൊഴിയുടെയും ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ആരോപണ വിധേയർക്കെതിരെ നിലവിൽ അതാത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത്. ഈ ആരോപണത്തിന് ഇതെല്ലാം വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ഏതാണ്ട് 10 വർഷം മുമ്പൊക്കെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഈ നടി പറയുന്നത്, ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ആരോപണത്തിൻ്റെ സത്യാവസ്ഥ, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. സാഹചര്യ തെളിവടക്കം പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അത് വളരെ വിശദമായ ഒരു നടപടിക്രമം തന്നെയാണ്. അന്നത്തെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അത് ശരിയാണ്, ഈ ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് തെളിയിക്കുന്ന അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം സാക്ഷികളുണ്ടെങ്കിൽ സാക്ഷിമൊഴികൾ ഉണ്ടാകേണ്ടതാണ്. ഇത്തരത്തിൽ വളരെ വിശദമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇവർക്കെതിരെ, ഈ ആരോപണ വിധേയർക്കെതിരെ
തെളിവുകൾ ശക്തമാണ്, അവർ കുറ്റക്കാരാണ് എന്ന് പോലീസിന് പ്രാഥമികമായി ബോധ്യപ്പെട്ടാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയും. ആ തരത്തിലായിരിക്കും നടപടികൾ ഉണ്ടാവുക. വളരെ പെട്ടെന്ന് തന്നെ ആ നടപടിയിലേക്ക് പോലീസ് പോകാനുള്ള സാധ്യതയില്ല. കാരണം ഇത് കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പോ നടന്ന സംഭവങ്ങളെക്കുറിച്ചല്ല ഇപ്പോൾ ഈ നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് വളരെ വിശദമായ അന്വേഷണം തന്നെ നടത്തേണ്ടതാണ്. അന്നത്തെ തെളിവുകളടക്കം, അന്നുണ്ടായ സംഭവത്തിൻ്റെ തെളിവുകളടക്കം പോലീസിന് ശേഖരിച്ച് അതെല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഒരു നടപടിയിലേക്ക് പോലീസിന് പോകാൻ കഴിയൂ. അങ്ങനെ അതെല്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, തെളിവുകൾ ശക്തമാണ് എന്ന് പോലീസിന് ബോധ്യമായാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ പോലീസിന് കഴിയും. കാരണം ഗുരുതരമായ ആരോപണമാണ് ഈ നടി ഈ 7 പേർക്കെതിരെയും ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ പോലീസ് പരിശോധിച്ച് കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നടപടിയിലേക്ക് പോകും. പക്ഷേ അത് ഉടനടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാവ്യ. ശരി ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ഉമേഷ് പങ്കുവച്ചത്. കൊച്ചിയിൽ നിന്ന് മരട് പോലീസാണ് ഇപ്പോൾ മുകേഷ് MLAക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. IPC 354, 509, 452 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ഒപ്പം തടഞ്ഞുവെച്ചു എന്നീ കുറ്റങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ചുമത്തിയിട്ടുണ്ട്.